പുതുമുഖ സ്ഥാനാർത്ഥിയുടെ ആശങ്ക ഒട്ടും പുറത്തു കാണിക്കാതെ ആത്മവിശ്വാസത്തോടെയാണ് ബി.ജെ.പി. പത്തനംതിട്ട പാർലമെന്റ് സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ജില്ലാ കളക്ടറേറ്റിലെത്തിയത്. 4 സെറ്റ് പത്രിക എഴുതിയെങ്കിലും 3 സെറ്റ് പത്രികയാണ് കളക്ടർ എസ്. പ്രേംകൃഷ്ണന് കൈമാറിയത്. തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിലേക്ക് കെട്ടിവെക്കാനുള്ള തുക പി.സി. ജോർജാണ് നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തുടർന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രിക ഏറ്റുവാങ്ങിയ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമ്മാനിച്ച ഫ്ലാസ്ക് ഉപഹാരമായി സ്ഥാനാർത്ഥിക്ക് നൽകി. പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയ ശേഷം പുറത്തുവന്ന സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ ചെറുക്കാൻ സംസ്ഥാന സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസം ഇവിടെ എല്ലാത്തരം ജനങ്ങളുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി. ഈ മണ്ഡലത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. പല കാരണങ്ങളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്കിന്ന് വികസനം വേണം, അവസരങ്ങൾ വേണം. കേന്ദ്ര പദ്ധതികളില്ലാതെ ഇവിടെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം കാരണം ഇവിടുത്തെ ജനങ്ങൾ മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധിക്ക് മാത്രമേ ഇവിടെ ഇങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയെന്നാണ് ഞാൻ അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം തന്നെ ഞാൻ ഇനിയും 3 ആഴ്ചയിലധികം ബാക്കിയുണ്ട്. നമ്മൾ ഇനിയും മുന്നോട്ട് പോകും, തീർച്ചയായിട്ടും വിജയിക്കും. ആകപ്പാടെ ഒരു തുകയുള്ളത് 10 ലക്ഷമാണ്. ആ 10 ലക്ഷം കേന്ദ്ര ഫണ്ടിൽ നിന്നാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആ ആക്ടിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ 10 ലക്ഷം ഇങ്ങനെ ഒരു വിഷയമുണ്ടായാൽ ഇത് ഇന്ത്യയിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപ് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഒരു വിഷയമുണ്ടായാൽ 10 ലക്ഷം എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാണ്. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ കൂടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ആകപ്പാടുള്ള പ്രൊവിഷൻ ഉള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് മാത്രമാണ്. ഉറപ്പാണ്. കോൺഗ്രസിലെ ചിലർക്കാണ് പാകിസ്ഥാനോട് ആരാധനയെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ്സുകാർ അതാരാണെന്ന് ഞാൻ പറയാം. ശ്രീ ആന്റോ ആന്റണിയെ പോലത്തെ കോൺഗ്രസ്സുകാരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം അദ്ദേഹം 3-4 ആഴ്ചകൾക്ക് മുമ്പ് ചില തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇന്ത്യൻ സൈന്യത്തെ അദ്ദേഹം അവഹേളിച്ചു. ഇവിടെ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് സൈനികരെ അദ്ദേഹം അവഹേളിച്ചു. ഈ പുൽവാമ ആക്രമണം അത് പാകിസ്ഥാന് പങ്കെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി തന്നെ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ വെച്ച് പറഞ്ഞത് ഇത് അവരുടെ വിജയമാണെന്നാണ്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റിനെ ചില തീവ്ര മനോഭാവമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം വെള്ളപൂശാൻ ശ്രമിച്ചു. ഇങ്ങനത്തെ ചിലവർ, അല്ലാതെ എല്ലാ കോൺഗ്രസ്സുകാരുമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മനോഭാവമുള്ളവർ അവർ ഇവിടെ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനമെല്ലാം നിർത്തി വല്ല പാകിസ്ഥാനിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അവർക്കും വളരെ വ്യക്തമായിട്ടറിയാം, ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ടറിയാം. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി.എ. സൂരജ്, ബി.ഡി.ജെ.എസ്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആനന്ദരാജ്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ അംഗം റോയി മാത്യു ചാങ്ങേത്ത് എന്നിവർ അനിൽ കെ ആന്റണിയോടൊപ്പം ഉണ്ടായിരുന്നു. പത്രികാ സമർപ്പണത്തിന് മഹിളാ മോർച്ച പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും ബി.ജെ.പി. നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.